എൻ്റെ പേര് ശില്പ. ഇത് എൻ്റെ അമ്മ ജെസ്സി, ഹസ്ബൻഡ് ടിജോ. വീട് കുറവിലങ്ങാടാണ്. ഞാനൊരു നേഴ്സാണ്. 2017 ഞാൻ നേഴ്സിംഗ് ഗ്രാജുവേറ്റഡ് ആയത്. അപ്പോൾ തന്നെ പുറത്തേക്ക് ജോലി എന്നുള്ള ഒരു എല്ലാ നഴ്സുമാരെ പോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ വൺ ഇയർ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ മുംബൈയിലോട്ട് പോയി വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ 2019 ആയപ്പം എനിക്ക് സൗദി MOH അതിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റഡ് ആയി. അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ നടന്ന് ഓൾമോസ്റ്റ് എൻഡിലായപ്പോൾ ഞാൻ എൻ്റെ ഏജൻറ്റ് പറഞ്ഞ് നാട്ടിലോട്ട് പോരെ, ഏകദേശം പോകാറായിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. കോവിഡ് ടൈമായിരുന്നു. ഒരു 1 ഇയർ അടുത്ത് അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നിന്നു. അപ്പോൾ എന്തോ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു താല്പര്യക്കുറവ് തോന്നി. ഞാനത് എന്നിട്ട് അത് റിജക്റ്റ് ചെയ്തു. ഞാൻ ഏജൻസിയോട് പറഞ്ഞു എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് യൂറോപ്പ് കൺട്രീസ് എന്തുകൊണ്ട് നോക്കിക്കൂടാമെന്നൊരു തോന്നൽ വന്നു. ഞാൻ എൻ്റെ അമ്മയോട് വീട്ടിൽ സംസാരിച്ചു. തുടർന്ന് ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആണ് ഞാൻ പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതി ഇരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഞാനിവിടെ 2020 വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. റിസൾട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എനിക്ക് ഒത്തിരി ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ എന്നാലും എനിക്ക് നിരാശയൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതാമെന്ന് ഓർത്ത് രണ്ടാമതും എഴുതി. അതും കിട്ടിയില്ല. വീണ്ടും ഞാൻ എഴുതി. അങ്ങനെ 3 തവണ ഞാൻ OET അപ്പിയർ ചെയ്തു. പക്ഷേ ഞാൻ പാസ്സായില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എനിക്ക് കിട്ടിയ ഒരു അവസരം റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഈ OET പഠിച്ച് പാസ്സാവാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ മെൻ്റലി ഡൗണായി. എൻ്റെ പ്രാർത്ഥനകളൊക്കെ സ്കിപ്പായിപ്പോയി. പക്ഷേ മാതാവിൽ വിശ്വാസവും ഉണ്ട്, പ്രതീക്ഷയോടെ പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കുട്ടിയുടെ സ്റ്റാറ്റസ് കണ്ട് ഒരു ദുബായിയുടെ എക്സാമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഞാനതും വീണ്ടും പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കി. പരീക്ഷ എളുപ്പമായിരുന്നു, പാസ്സായി. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി തുടങ്ങി. അപ്പോൾ ഈ നേരത്തൊക്കെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം പോയി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പേപ്പർ വർക്കൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഏജൻറ്റ് പറഞ്ഞു അങ്ങോട്ടേക്ക് സ്റ്റാഫിനെ ഇപ്പോൾ എടുക്കുന്നില്ല. ഓൾറെഡി കോവിഡ് ടൈമൊക്കെ ആയപ്പോഴും ഒത്തിരി നേഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും എനിക്ക് അത് അപ്പടി സങ്കടമായി. പിന്നെ ഞാൻ ഓക്കെ ഇനി ഇത്രയും സമയമെടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ ക്ലിനിക്കൽ ലൈഫിലും എനിക്ക് ഒത്തിരി ഗ്യാപ്പ് വരുവാണ്. അപ്പോൾ എനിക്ക് സങ്കടമായി. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ജോലിക്ക് കയറിക്കൂടാന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. 1 ഇയറൊക്കെ ആയപ്പോഴും ഓക്കെ ഇനി യൂറോപ്പ് കൺട്രീസ് വേണ്ട, അറബ് കൺട്രീസ് നോക്കാമെന്ന് ഓർത്ത് ഞാൻ സൗദിയുടെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി ഡിഫൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊച്ചി നടക്കുന്നെന്ന് കേട്ടു. ഞാൻ എൻ്റെ ഒരു ജൂനിയർ കോച്ചുമായിട്ട് പോയി. അവിടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പോയത്. പക്ഷേ ഒരു 1 o'clock ഒക്കെ ആയപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവർക്ക് കാൻഡിഡേറ്റ്സ് ഒക്കെ ആയെന്ന്. പിന്നെ ഞാൻ നിരാശയോട് തന്നെ വീട്ടിലോട്ട് പോന്നു. പിന്നെ വീണ്ടും ഒരു സൗദിയുടെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പതിവ് പോലെ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വന്നപ്പോൾ എനിക്ക് തോന്നി എന്നെക്കാളും തീരെ മോശ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്തോ എനിക്കവിടെ ഇരിക്കാൻ തോന്നിയില്ല. ഞാനങ്ങനെ വീട്ടിൽ വന്ന് എനിക്ക് നിരാശ സങ്കടമൊക്കെ ഞാൻ മാതാവിനോടൊക്കെ ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ ഒത്തിരി പറഞ്ഞു. അങ്ങനെ ഓക്കെ ഇനി നാട്ടിൽ തന്നെ നിൽക്കാം, വേറെ നിവൃത്തിയില്ല, നാട്ടിൽ തന്നെ നിൽക്കാം, പുറത്തേക്ക് പോകണ്ടെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെയും ഇനി ഏജൻസിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസയില്ല, വീട്ടിൽ സാമ്പത്തികം ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഈ ഗൂഗിളിൽ ഓരോ വേക്കൻസി കാണുമ്പോൾ ഞാൻ അതിൽ കയറി ഞാൻ അപ്ലൈ ചെയ്യും. എല്ലാത്തിനും ഞാൻ റെസ്യൂം കൊടുക്കും. പക്ഷേ ആരും വിളിക്കുന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് ഒരു കോൾ വരികയാണ്. ട്രിവാൻഡ്രം നോർക്ക അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ശില്പയല്ലേ? ഞാൻ പറഞ്ഞു അതെ മാഡം, ഞാനാണ്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ജർമ്മനിയിലോട്ടാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു നിമിഷം ഒന്ന് അന്താളിച്ചെന്നെങ്കിലും ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി.
ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ജർമ്മൻസ് ആയിരുന്നു ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. എനിക്ക് നല്ല ഇത് ഈവൻ കോളേജ് ലൈഫിലാണെങ്കിൽ പോലും വൈവയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്. ഞാൻ പെട്ടെന്ന് പാനിക്കാവും. പഠിച്ചതുപോലും എനിക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ജർമ്മൻസ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനെ മുറുക്ക് പിടിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അങ്ങ് ചെന്നു. എനിക്ക് നന്നായിട്ട് മാഡത്തോട് സംസാരിക്കാൻ സാധിച്ചു. അവരൊത്തിരി ഇമ്പ്രസ്ഡ് ആയതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. 1 മാസത്തോളം വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ ഒരു ഇൻഫർമേഷനൊന്നുമില്ല. ഒരു മെയിലോ സെലക്റ്റഡ് ആയോ ഇല്ലയോ എന്നൊന്നും വന്നില്ല. അങ്ങനെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ അയച്ചു, നിങ്ങൾ സെലക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു 1 ഇയർ എനിക്ക് കംപ്ലീറ്റ് ആയി. എൻ്റെ ഗ്യാപ്പ് ഫുള്ളി പോയി. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ 2020 വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയണത് യൂറോപ്പ് കൺട്രീസിലോട്ടൊരു ജോലി എന്നാണ്. അന്ന് ഞാൻ ആ രാജ്യമൊന്നും സ്പെസിഫൈ ചെയ്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം വിട്ടെങ്കിലും മാതാവും തമ്പുരാനും അത് വിട്ടില്ല. മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ജർമ്മനിയിലോട്ട് മാതാവ് എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഞാൻ 2024 ജനുവരി 1 ഉടമ്പടി എടുത്തു. എനിക്കങ്ങ് വല്ലാണ്ട് കുറ്റബോധമായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇടയ്ക്ക് ഉടമ്പടി വിട്ടു. പക്ഷെ മാതാവ് എന്നെ വീട്ടിൽ എനിക്ക് ഉറപ്പായിരുന്നു അത് മാതാവ് തന്നതാണ്. കാരണം യൂറോപ്പ് എന്നുള്ള കൺട്രി ഞാൻ പൂർണ്ണമായിട്ടും വിട്ടതായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, ക്ലാസ്സിൽ ചെന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് നല്ലൊരു ട്യൂട്ടറിനെ തന്നെയെന്ന്. കാരണം എനിക്ക് പഠിക്കാനായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരു ഭാഷയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചെന്നപ്പം എല്ലാ കുട്ടികളും ടീച്ചേഴ്സിൻ്റെ പേരിങ്ങനെ ബോർഡിൽ എഴുതും, താഴെ സ്റ്റുഡൻസിൻ്റെ പേര്. അപ്പം ഞാൻ ഒത്തിരി മീൻസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പം എൻ്റെ ട്യൂട്ടറിൻ്റെ പേര് മേരിക്കുട്ടി എന്നായിരുന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. മേരിക്കുട്ടി എന്ന് പറഞ്ഞ പേര് പോലെ തന്നെയായിരുന്നു ആ ടീച്ചർ. എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു. എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ആ മാഡം പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു മാഡം. അങ്ങനെ എൻ്റെ ലെവലെല്ലാം കംപ്ലീറ്റ് ചെയ്തു. B1 ആയപ്പോൾ എനിക്ക് ഇച്ചിരി എക്സാം ടഫായിരുന്നു. എനിക്ക് അവസാനമായപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. കാരണം പ്രതീക്ഷിച്ചാൽ ഇച്ചിരി ടഫായിരുന്നു. അപ്പം എൻ്റെ കൊന്തയിൽ ഞാൻ എപ്പോഴും ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം ഇടും. ഞാൻ ആ കാശുരൂപം ആ പേപ്പറിൽ വെച്ച് ഞാൻ ആ ടേബിളിൽ കിടന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് ആ പേപ്പറിൽ വിതറിയിട്ട് ഞാൻ ആ പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ സെപ്റ്റംബറിലാണ് നടന്നത്. ഇൻ്റർവ്യൂ സമയത്തും ജർമ്മൻസ് തന്നെയായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ രൂപം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ സെലക്റ്റഡായി. ഞാൻ ഈ നെക്സ്റ്റ് മൺഡേ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ നിയോഗത്തിലൂടെ കിട്ടിയത് എൻ്റെ അമ്മ ജെസ്സി. അമ്മയ്ക്കൊരു 4 വീലർ എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അപ്പം അമ്മ അങ്ങനെ 4 വീലർ എടുത്തു. പക്ഷേ പലവിധ തടസ്സങ്ങളായിരുന്നു. ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ല. ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ ഫാമിലി ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നിട്ട് അമ്മയ്ക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ കുടുംബത്തിലുള്ളവരും പുറത്തുള്ളവരും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല ടോക്കുകളായപ്പം അത് ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അതെനിക്ക് മാനസികമായും ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോഴും ഞാനത് ആദ്യത്തെ ഉടമ്പടിയിൽ നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. ഞാനിവിടെ 1ാമത്തെ പുതുക്കലിന് തന്നെ അമ്മ ലൈസൻസിൻ്റെ അമ്മ കംപ്ലീറ്റ് ചെയ്തു. 3ാമതായിട്ട് എൻ്റെ വിവാഹമായിരുന്നു. എൻ്റെ അപ്പം മരിച്ചു പോയതാണ്. അപ്പം ഞാൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് അതുപോലെ എനിക്ക് പ്രത്യേക സേവിങ്സ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ ഫിനാൻഷ്യലി എങ്ങനെ മുന്നോട്ട് പോകും, അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കൊരു ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് നിയോഗത്തിൽ വെച്ചിരുന്നു. വിവാഹം യാതൊരു കടബാധ്യതയില്ലാതെ 10 പൈസ കടബാധ്യതയില്ലാതെ എൻ്റെ വിവാഹം മാതാവും ഈശോയും ചേർന്ന് നടത്തി തന്നു. അപ്പനിൽ നിന്നൊരു കുറവ് എനിക്ക് തോന്നിയില്ല. അതിനും ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ ഹസ്ബൻഡ് ടാറ്റയിൽ ഒരു സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം വിവാഹം കഴിഞ്ഞു. പിന്നെ വീടിൻ്റെ പണി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇച്ചിരി ഫിനാൻഷ്യലി ക്രൈസിസ് വന്നു. അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരു സ്റ്റെബിലിറ്റി കൊടുക്കണേ, ജോലിയിൽ ഒരു സാമ്പത്തികമായ ഒരു സ്ഥിരത തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഞാൻ പോലും അറിഞ്ഞില്ല, അദ്ദേഹം വേറൊരു കമ്പനിയിലോട്ട് ജോബിന് അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്
അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പ്രൊമോഷനും നല്ല സാലറിയോടും കൂടി അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. പിന്നെ വീടിൻ്റെ നിർമ്മാണം 15 വർഷമായിട്ട് വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ലായിരുന്നു. വീട് മെയിൻ്റനൻസ് വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പുതിയൊരു ഭവനമാണ് ഞാൻ മാതാവിനോട് ചോദിച്ചത്. പക്ഷേ അതൊരു നല്ലൊരു ഭവനമായിട്ട് പുനർനിർമ്മിക്കുവാൻ സാധിച്ചു. യാതൊരു കടബാധ്യതകളും ഇല്ലാതെ ചിലവ് ചുരുക്കി നല്ലൊരു പുതിയൊരു ഭവനം ചെയ്യാൻ സാധിച്ചു. എനിക്ക് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമോ ഒരു താമസം വരുവാണെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചിലും വളരെ നല്ലൊരു രാജ്യത്തോട്ടാണ് എന്നെ വിടുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവർത്തനം 28:2. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം അവിടുന്ന് നിൻ്റെ മേൽ ചൊരിയും. പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. കർത്താവിൻ്റെ വചനം പാലിക്കുവാൻ. യോഹന്നാൻ 2:5 അവൻ പറയുന്നത് ചെയ്യുവാൻ. ഇവിടെ ശില്പ വിദേശത്തേക്ക് പോകാനുള്ള കാര്യമാണ് മെയിനായിട്ട് നിയോഗത്തിൽ വയ്ക്കുന്നത്. അതോടൊപ്പം അമ്മയുടെ കാര്യമുണ്ട്. പലവിധ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ, അതേപോലെ വീട് പണി അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയെല്ലാം ഈ ഉടമ്പടിയിൽ നിയോഗമാവുമ്പോൾ പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ ഈ സകല കാര്യങ്ങളും ഇവർക്ക് നിറവേറി കിട്ടുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.